ഈദ് മുബാറക് ടു ഓൾ. ഇന്ന് ഈദല്ലല്ലേ, അപ്പം പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രെഡ് പുഡിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ആദ്യം മിൽക്ക് ബോയിൽ ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്കും ഷുഗറും ഇട്ട് ആദ്യം തിളപ്പിക്കുക. അപ്പോൾ കുറച്ച് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കസ്റ്റർഡ് മിക്സും കൂടി ഒഴിച്ചിട്ട് കുറച്ച് ലൈറ്റ് തിക്കാക്കണം. ബിക്കോസ് എൻ്റെത് കുറച്ച് നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ലൈറ്റ് ഇട്ടിട്ട് തിക്കൊന്നും ആവാതെ കുറച്ച് ലൈറ്റിൽ ചെയ്യാം എന്നാൽ, ബിക്കോസ് ബ്രെഡ് സോക്കാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പുഡിങ് ട്രേ എടുത്തിട്ട് മിൽക്കും കുറച്ച് കണ്ടൻസ് മിൽക്കും മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് റെയർ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡൊന്ന് സെറ്റാക്കി വെക്കുക. അതിന് കഴിഞ്ഞിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും അതേപോലെ മിൽക്കും കുറച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഔട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കസ്റ്റർഡ് മിക്സ് ഒന്ന് ലെയർ ഔട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടി 10 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം ആഫ്റ്റർ 10 മിനിറ്റ്സ് എടുത്തിട്ട് അതിൽ സെയിം ബ്രെഡിൻ്റെ ഒരു ലെയറും കൂടി ചെയ്യുക. അതിൻ്റെ മുകളിൽ മിൽക്കും കണ്ടൻസ് മിൽക്കും മിക്സും ഒഴിച്ചിട്ട് പിന്നെയും കസ്റ്റർഡ് മിക്സ് അതിൻ്റെ മുകളിൽ ലെയർ ഔട്ട് ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റ്സ് അഗൈൻ വെച്ചിട്ട് മീൻ വൈൽ നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഒരു മിക്സും കൂടി ഒരു ലെയറിനും കൂടിയുള്ള മിക്സാക്കുക. അപ്പോൾ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ മേ ബി ഐ തിങ്ക് ഇറ്റ് സേസ് അഗർ ചൈന ഗ്രാസും കൂടി കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് മിൽക്കും മിക്സ് തിളപ്പിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് അത് കൂൾ ഡൗൺ ആക്കി വെക്കുന്ന ആ മീൻ വൈൽ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ആ മിക്സിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സിലേക്ക് ഈ മിൽക്കും ഷുഗറിട്ട് തിളപ്പിച്ച സംഭവം നമ്മൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ഇടാം. ബിക്കോസ് ഞാൻ ഫുഡ് കളറാണ് ഇട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫുഡ് കളറൊന്നും ഇല്ലാതെ സെയിം ആ മിൽക്കിൻ്റെ മിക്സ്ചറൊന്ന് അതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഫ്രൂട്ട്സും നട്ട്സെല്ലാം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ബിക്കോസ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ടൈം കുറവായതുകൊണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ചൂയി ആയിട്ട് എന്തെങ്കിലും നട്ട്സ് സംഭവം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തേക്ക് ഒന്ന് ഇട്ടിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് സെറ്റായിട്ട് വരും. ഇതാണ് ഇതിന് വേണ്ടി ഞാൻ സിമ്പിളായിട്ട് ചെയ്തത്. ബിക്കോസ് എനിക്ക് കുറച്ചധികം ചെയ്യണം എന്നുള്ള പ്ലാനായിരുന്നു. ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം മോർണിംഗിൽ കിട്ടിയ കുറച്ച് ടൈമിൽ ചെയ്തതാണ് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അതേപോലെ ടേസ്റ്റി തന്നെയായിരുന്നു. എൻ്റേത് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് ബ്രെഡ് നല്ല വൃത്തിക്കൊന്ന് സോക്കായി വന്നിട്ടുണ്ടായിട്ട്, ബിക്കോസ് എൻ്റെ കസ്റ്റർഡ് ഇത്തിരി തിക്കായി. നിങ്ങളത് കുറച്ച് ലൂസിൽ ചെയ്താൽ ബ്രെഡ് വൃത്തിക്കൊന്ന് സോക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് നല്ല എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടി കിട്ടും. പിന്നെ നോർമൽ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയായി ഇത് ഔട്ട്ഫിറ്റെല്ലാം ഇട്ട് കുറച്ച് ഫോട്ടോസെല്ലാം ക്ലിക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഫാമിലീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ബിക്കോസ് നെക്സ്റ്റ് ഡേ ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു. സോ അതിന് കുറച്ച് പർച്ചേസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് നമ്മൾ പർച്ചേസിന് പോയി. പിന്നെ തിരിച്ച് വന്നിട്ട് ഫേസെല്ലാം ക്ലെൻസ് ചെയ്തു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഗാർണിയറിൻ്റെ മിസ്സലേനിയം വാട്ടറാണ്. ഡബിൾ ക്ലെൻസിങ്. ഇപ്പോൾ കുറച്ച് മേക്കപ്സ് എല്ലാം ഇട്ടാൽ ഡബിൾ ക്ലെൻസിങ് നല്ലതാണ്. അപ്പോൾ ആദ്യം ഡബിൾ ക്ലെൻസ് ചെയ്ത് പിന്നെ ഈ ഫേസ് വാഷ് സെക്കൻഡ് ക്ലെൻസിങ് ചെയ്യുക. പിന്നെ എൻ്റെ നോർമൽ യൂസ് ചെയ്യുന്ന ഇത് ചെയ്തത്. പിന്നെ കിടന്നുറങ്ങി. പാക്കിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നാട്ടിൽ പോകുന്നപ്പം കുറച്ച് ക്ലിപ്സ് മാത്രം ഇങ്ങനെ നമ്മളിങ്ങനെ നാട്ടിലേക്ക് എത്തി. ഇൻഷാല്ലാ നാട്ടിലെത്തിയ വീഡിയോസും കുറച്ച് ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് നല്ലോണം ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.